BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൈത്താങ്ങായി KPCC 1000 വീട് പദ്ധതി അങ്കമാലിയിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം സ്ഥലത്ത് വീട് പണിയുവാൻ കഴിയാതെ വിഷമിക്കുന്ന നായത്തോട് 16-ാം വാർഡിലെ പറവട്ടി സിനി ഷാജുവിന് കേരള പ്രദേശി കോൺഗ്രസ് കമ്മിറ്റിയുടെ 1000 വീട് ഭവന പദ്ധതിയിലൂടെ കൈത്താങ്ങായി. +1 9ാം ക്ലാസുകളിലായി പഠിക്കുന്ന 2 പെൺകുട്ടികളുടെ മാതാവായ സിനി ഷാജുവിനു വേണ്ടി KPCCയും സുമനസ്സുകളും ചേർന്ന് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ശനിയാഴ്ച രാവിലെ 9 മണിയോടെ നടന്നു. ചടങ്ങ് അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോളിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. ചാലക്കുടി MP ബെന്നി ബഹനാൻ തറക്കല്ലിടൽ നിർവഹിച്ചു. അങ്കമാലി MLA റോജി M ജോൺ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. അകപ്പറമ്പ് മോർ ഷാബൂർ അഫ്രാത്ത് കത്തീഡ്രൽ പള്ളി സഹവികാരി തൈപ്പറമ്പിൽ എൽദോ വർഗീസ് കശീശ കല്ലിടൽ ചടങ്ങ് ആദരവോടെ അനുഗ്രഹിച്ചു. മുൻ ചെയർമാൻ മാത്യു തോമസ്, മുൻ MLA PJ ജോയ്, കൌൺസിലർ ജിതാഷ് ജോയ്, ബിജു പൂപ്പത്ത്, മേരി വർഗീസ്, ജോഷി കോട്ടയ്ക്കൽ, KG ജോർജ്, സെബി പൂവേലി, ലൈജു ഇറ്റൂപ്പ്, PV സജീവൻ, ജോബിൻ ജോർജ്, സജി തുടങ്ങി നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഭാഗ്യ നമ്പർ ഇതാ. തിരുവോണം ബമ്പർ BR 105 നറുക്കെടുപ്പ് ഫലം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ BR 105 നറുക്കെടുത്തു. TH 577825 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനാർഹന് ലഭിക്കുക. ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്കും ലഭിക്കും. മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും ലഭിക്കും. 5 ലക്ഷം രൂപ വീതം 10 പേരാണ് നാലാം സമ്മാനത്തിന് അർഹരായത്. അഞ്ചാം സമ്മാനം 10 പരമ്പരകൾക്ക് 2 ലക്ഷം രൂപ വീതമാണ്. 5000 മുതൽ 500 രൂപ വരെ നേടിയവരുമുണ്ട്. തിരുവോണം ബമ്പറിന്റെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത്. പാലക്കാടായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന. 14,07,100 ടിക്കറ്റുകൾ അവിടെ വിറ്റു. 9,37,400 ടിക്കറ്റുകൾ വിറ്റ തൃശൂർ ജില്ലയാണ് രണ്ടാമത്. മൂന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. 8,75,900 ടിക്കറ്റുകൾ വിറ്റു. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയുടെ റിലീസിനോടനുബന്ധിച്ച് അൺറിട്ടേൺ ബൈ ഹെർ ക്യാമ്പയിൻ ചടങ്ങിൽ അപൂർവമായ മേഖലകളിലൂടെ സഞ്ചരിച്ച വനിതകളെ ആദരിച്ചു. ദേശീയ പുരസ്കാര ജേതാവായ സജിൻ ബാബു സംവിധാനം ചെയ്ത് അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ നിർമ്മിച്ച തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയ അസാധാരണ തൊഴിൽ മേഖലകൾ നയിക്കുന്ന വനിതകളെ ആദരിക്കുന്ന അൺറിട്ടേൺ ബൈ ഹെർ എന്ന വേറിട്ട പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയായിരുന്നു. സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരെയാണ് പരിപാടിയിൽ ആദരിച്ചത്. ഹെവി മെഷീനറി ഉൾപ്പെടെ 11 തരം വാഹനങ്ങൾക്ക് ലൈസൻസുള്ള 73 വയസ്സുകാരിയായ രാധാമണി അമ്മ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രൻ, 18 അടി നീളമുള്ള രാജവെമ്പാലയെ ഉൾപ്പെടെ 800-ൽ അധികം പാമ്പുകളെ രക്ഷിച്ച കേരളത്തിലെ ഏക വനിതാ സ്നേക് റെസ്ക്യൂവറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ GS റോഷ്നി, മിസ് ട്രാൻസ് ഗ്ലോബൽ 2021-ലെ വിജയിയായ ശ്രുതി സിത്താര, കൂടാതെ സംസ്ഥാനത്തുടനീളം വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുവാനും സംസ്കരിക്കുവാനുമായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. ചിത്രത്തിലെ നായികയായ നടി റിമ കല്ലിങ്കലും ചിത്രത്തിന്റെ മറ്റണിയറ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ തിയേറ്ററിന്റെ ട്രെയിലർ പ്രദർശനവും നടത്തി. നേരത്തെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രകാശനം ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ കേരളത്തിൽ വെച്ച് വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു. സ്ത്രീകളുടെ സാമൂഹിക സാംസ്കാരികപരമായ പരിമിതികളും അവരുടെ അതിജീവന ശേഷിയും കാലഹരണപ്പെട്ട ആചാരങ്ങളോടുള്ള ചോദ്യം ചെയ്യലുമാണ് തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയുടെ ഇതിവൃത്തം. അതുകൊണ്ട് തന്നെ അപൂർവമായ യാത്ര തിരഞ്ഞെടുത്ത സ്ത്രീകളെ ആദരിച്ച ഈ ക്യാമ്പയിനും ചലച്ചിത്രത്തിന്റെ സാരം തന്നെയാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിന്റെ 48ാമത് എഡിഷനിൽ മികച്ച നടിക്കുള്ള അവാർഡും പ്രത്യേക ജൂറി പുരസ്കാരവും നേടിയ ഈ ചിത്രം ഇതിനോടകം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഒക്ടോബർ 7 നടക്കുന്ന IX യാൽട്ട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ യൂറോപ്യൻ ബ്രിഡ്ജ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മത്സരിക്കുന്ന 8 ചിത്രങ്ങളിൽ ഒന്നാണിത്. കൂടാതെ റഷ്യയിലെ കസാൻ ഫിലിം ഫെസ്റ്റിവൽ, ടൈം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, സിനിവി CHT ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും
ചിത്രം പ്രദർശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചിത്രം ഒക്ടോബർ 16 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. അന്വേഷണത്തിൽ ഇഡിയും ആദായ നികുതി വകുപ്പും പങ്കുചേരും എന്നാണ് വിവരം. കേസിൽ സഹഗായകൻ ജ്യോതി ഗോസ്വാമി നിർണായക മൊഴി നൽകി. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. സുബീന്റെ മാനേജർ സിദ്ധാർത്ഥ ശർമ്മയും സിംഗപ്പൂർ പരിപാടിയുടെ സംഘാടകൻ ശ്യാം കാനു മഹന്തയും ചേർന്ന് വിഷം കൊടുത്തു കൊന്നതാകാം എന്നാണ് ജ്യോതി ഗോസ്വാമി നൽകിയ മൊഴി. സിംഗപ്പൂരിലെ ഹോട്ടലിൽ വെച്ച് സിദ്ധാർത്ഥ ശർമ്മയുടെ പെരുമാറ്റത്തിൽ തനിക്ക് സംശയം തോന്നി. അപകടത്തിന് തൊട്ടു മുൻപ് ആഘോഷം സംഘടിപ്പിച്ച നൌകയുടെ നിയന്ത്രണം പ്രതികൾ ബലമായി പിടിച്ചെടുത്തു. നൌകയിൽ മദ്യം താൻ വിളമ്പിക്കൊള്ളാമെന്ന് സിദ്ധാർത്ഥ ശർമ്മ ശാഠ്യം പിടിച്ചു. സുബിൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഘട്ടത്തിൽ ഗായകന് നീന്തൽ അറിയാമെന്ന് പറഞ്ഞ ഇരുവരും സഹായം നൽകിയില്ല എന്നുമാണ് സഹഗായകന്റെ മൊഴി. സഹഗായകന്റെ മൊഴി ചോദ്യം ചെയ്യലിൽ സിദ്ധാർത്ഥ ശർമ്മയും സംഘാടകൻ ശ്യാം ഖാനു മഹന്തയും തള്ളി. അന്വേഷണ ഏജൻസികൾ പരിപാടിയുടെ സംഘാടകൻ ശ്യാം ഖാനു മഹന്തയുടെ പണമിടപാടുകളെപ്പറ്റി അന്വേഷിക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചു ഷാജൻ സക്കറിക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഷാജൻ സക്കറിക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. IT ആക്ട് അടക്കം കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് കേസ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി യുവതിയുടെ പരാതിയിലാണ് കേസ്. ഷാജൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിൽ കമന്റ് ചെയ്ത 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത 79, 75/3, 3/5 എന്നീ വകുപ്പുകളും IT ആക്ട് 67 വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. വിജയുടെ പ്രചാരണ വാഹനം പിടിച്ചെടുക്കുവാൻ പോലീസ്. മദ്രാസ് ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ തമിഴക വെട്രി കഴകം നേതാവ് വിജയുടെ പ്രചാരണ വാഹനം പിടിച്ചെടുക്കുവാൻ പോലീസ്. വാഹനം സ്കൂട്ടർ യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു. ടിവിക്ക് അധ്യക്ഷൻ വിജയുടെ കാരവാൻ പിടിച്ചെടുക്കണമെന്നും കാരവാനുള്ളിലും പുറത്തുമുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. കരൂരിൽ നടന്ന ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറായില്ലെന്ന് വിജയ്ക്കെതിരെയും ഉത്തരവിൽ വിമർശനമുണ്ട്. വിജയ് ഖേദം പ്രകടിപ്പിച്ച ഒരു പോസ്റ്റ് പോലും ഇട്ടിരുന്നില്ല. മനുഷ്യജീവന് ടിവിക്ക് നൽകുന്ന വില എന്തെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. വിജയുടെ ഒളിച്ചോട്ടത്തിൽ അപലപിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. ദുരന്ത സ്ഥലത്തു നിന്നും ലഭ്യമായ എല്ലാ CCTV ദൃശ്യങ്ങളും ശേഖരിക്കണമെന്നും കരൂർ SIയുടെ കയ്യിലുള്ള രേഖകളെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിയ കോടതി IPS ഉദ്യോഗസ്ഥയായ അഷ്ട്ര ഗർഗന് അന്വേഷണ ചുമതല നൽകി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. സംഘത്തിൽ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വർക്കലയിൽ വിനോദസഞ്ചാരിയെ ക്രൂരമായി മർദ്ദിച്ച് വാട്ടർ സ്പോർട്സ് ജീവനക്കാർ. ബീച്ചിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരിയെ വാട്ടർ സ്പോർട്സ് ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി. ഗ്രീക്ക് പൌരൻ റോബോട്ടിനാണ് സാരമായി പരിക്കേറ്റത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം വിദേശിയുടെ മൊബൈൽ ഫോൺ ബീച്ചിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇത് അന്വേഷിച്ച് വിദേശി ബീച്ചിലെത്തുകയും പിന്നീട് കടലിൽ കുളിക്കുവാൻ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഇത് വാട്ടർ സ്പോർട്സ് നടത്തിപ്പുകാരായ തൊഴിലാളികൾ തടയുകയും ചെയ്തു. പിന്നീട് വാക്കേറ്റമുണ്ടാവുകയും വിദേശിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. കടലിലും മണലിലും ഇട്ട് വിദേശിയെ മർദ്ദിച്ച് വലിച്ചിഴച്ചു. പാപനാശം പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ മുൻപിലിട്ട് മർദ്ദിച്ചു. നാട്ടുകാർ ഇടപെട്ടതോടെ സംഘം പിന്മാറുകയായിരുന്നു. ടൂറിസം പോലീസ് എത്തി വിദേശിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്ന് റോബർട്ട് പ്രതികരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.